അപ്പൊ എന്താണ് ഡെറിവേറ്റീവ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുള്ളത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ. ഇതിൽ രണ്ട് ടൈപ്പ് വാരിയബിൾസ് ഉണ്ട്. ഇത് ഡിപ്പെൻഡന്റ് വാരിയബിൾ ആണ് y അല്ലേ, ആൻഡ് ഇത് ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആണ് എക്സ്. ഇൻഡിപെൻഡന്റ് വാരിയബിൾ. ഓക്കെ, ഈ ഡിപ്പെൻഡന്റ് വാരിയബിളിന്റെ വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡന്റ് വാരിയബിൾ എക്സ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് അല്ലെ. അത് പറയാൻ അത് എന്താണ് സാധനം ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് കാണും, ഇങ്ങനെ ഒരു വൈ ആക്സിസും കാണും. ഒരു എക്സ് ആക്സിസും ഉണ്ടാവും, ഒരു വൈ ആക്സിസും ഉണ്ടാവും. ഓക്കെ, ഇതില് എക്സ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. സപ്പോസ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് എക്സ് ആക്സിസിലെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ ആണ് അല്ലെ. ഇതിപ്പോ ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എഫ് ഓഫ് എക്സ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പൊ എന്താണ് ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ, സപ്പോസ് ഈ എക്സിന്റെ വാല്യൂവിൽ ഒരു ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തി, ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. ആഡ് ചെയ്ത ക്വാണ്ടിറ്റി ഡെൽറ്റ എക്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നീട്ടി വരയ്ക്കുന്നത് കേട്ടോ. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് കിട്ടി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ടാവും, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഉണ്ടാവും. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയാം അല്ലെ. ആ വാല്യൂ അത് ഇവിടെ ഇതിലാണ് വൈ ആക്സിൽ മാർക്ക് ചെയ്യുന്നത്. ഇത് ഡെൽറ്റ എക്സ് ആണ്. ഈ ഒരു ഡിഫറൻസ്, ഇത് വൈ രണ്ട് വാല്യൂസ് ആ ഡെൽറ്റ വൈ എന്ന് പറയാം ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. എക്സിലെ ചേഞ്ച് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്, ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്, ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. എക്സിലെ ചേഞ്ച് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഒരു ഡിഫറൻസ് സീറോയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന്റെ ഈ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാവുന്ന സമയത്ത്, ഇത് നിങ്ങളുടെ എക്സിലേക്ക് വരുന്ന സമയത്ത് എഫ് ഓഫ് എക്സിൽ ഉണ്ടാവുന്ന ആ ഡിഫറൻസസിന്റെ ചേഞ്ചിന്റെ അല്ലെങ്കിൽ വൈയിൽ ഉണ്ടാവുന്ന ഡിഫറൻസിന്റെ ചേഞ്ചിന്റെ റേഷ്യോ, ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്, ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, dy by dx that is equal to limit delta x tends to 0 delta y by delta x, change in y by change in x when x tends to അല്ലെങ്കിൽ change in x tends to 0 എന്നുള്ളതാണ് എന്ത്, ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ. നമ്മൾ ഡെഫിനിഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു തിയറി ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഫംഗ്ഷൻ തന്നാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് എവിടെയൊക്കെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യണം എന്നൊക്കെയുള്ളത് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ കാര്യമായിട്ട് പഠിക്കേണ്ടത്. ഇപ്പൊ എന്താ ഡെറിവേറ്റീവ് എന്ന് ചോദിച്ചാൽ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ് വെൻ ചേഞ്ച് ഇൻ എക്സ് ടെൻസ് ടു 0. ഇതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ എഫ് ആയതുകൊണ്ട് എഫിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നൊട്ടേഷൻസ് ആണ് ഡെറിവേറ്റീവ്സിന്റെ. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഈ ഡെൽറ്റ വൈ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടു പഠിച്ചിട്ടുണ്ടാവും, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് ഡെൽറ്റ വൈ ആണ് ഈ കാണുന്നത്, കാരണം ഈ ഡിഫറൻസ് അല്ലേ ഡെൽറ്റ വൈ എന്ന് പറയുന്നത്. മുകളിൽ കാണുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും താഴെയുള്ളത് എഫ് ഓഫ് എക്സും ആണ്. ആ ഡിഫറൻസ് ആണ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാവും നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഒരു എച്ച് ഒക്കെ വെച്ചിട്ടും പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ വേറെ വേറെ റൂൾസ് ആണ്. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ തന്നാൽ? അതിന് നമ്മൾ കുറെ ഫോർമുല പഠിക്കണം.
ആ ഡെറിവേറ്റീവ്സിന്റെ ഫോർമുലയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കേണ്ടത്. ആ ഫോർമുല പഠിച്ചാലേ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫറൻസിയേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചോളൂ. ഓഡിയോ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓഡിയോ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? റൈറ്റ്, ശരി. അപ്പൊ നോക്കൂ, ഇതാണ് ഫോർമുല. ഓരോന്നോരോന്നായിട്ട് എഴുതി വെച്ചോളൂ. ഓരോ ഫോർമുലയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്, എക്സ് റേസ് ടു എൻ, എൻ എന്ന് പറഞ്ഞൊരു നമ്പർ ആയിരിക്കും കേട്ടോ. എനി നമ്പർ, എനി റിയൽ നമ്പർ ആണ്. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ എന്നാണ് എഴുതുക. എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. എക്സാമ്പിൾ, ഇപ്പൊ എക്സ് റേസ് ടു 6, അതിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 6 എന്നാണ് പറയുക. അതെങ്ങനെ എഴുതും? എൻ ആണ് ഇവിടുത്തെ 6 അല്ലെ? അപ്പൊ 6 ഇൻറ്റു എക്സ് റേസ് ടു 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 എന്ന് വരും. ശരിയല്ലേ? അതേപോലെ തന്നെ എക്സ് റേസ് ടു 1/2, ഇതിനെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഈ ഫോർമുല തന്നെ ഉപയോഗിച്ചിട്ട്. എന്തായിരിക്കും വരിക? 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2. ഓക്കെ, ഇങ്ങനെ കിട്ടും. അതായത് ഈ മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ താഴേക്ക് വരും അല്ലെ? എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം നമുക്ക്. ഇതിനെ നമുക്ക് 1/2 റൂട്ട് എക്സ് എന്ന് എഴുതാം. ഓക്കെ, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഇതാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല ആയിട്ട് പഠിച്ചു വെക്കാം. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഒക്കെ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണെന്നുള്ളത്. അതൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റ് ഫോർമുലയിൽ നിന്നാണ് അത് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിന് നിങ്ങൾക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഏത് നമ്പർ വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട്, ഒരു സ്പെസിഫിക് കേസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെ? n 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ് മാത്രമേ വരുള്ളൂ അല്ലെ? അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ഇൻറ്റു എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് 1 എന്നാ വരിക അല്ലെ? എക്സ് റേസ് ടു 1 മൈനസ് 1 എക്സ് റേസ് ടു 0 എന്ന് കിട്ടും. എക്സ് റേസ് ടു 0 എന്താണ്? 1 ആണ്. അതുകൊണ്ട് 1. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് വരും? 1 എന്ന് വരും. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി കോൺസ്റ്റന്റ് കെ, കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇവിടെ വാരിയബിൾ ഇല്ലാതെ വെറുതെ ഒരു കോൺസ്റ്റന്റ് മാത്രമാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റന്റിന് ഡിഫറൻസ് ഉണ്ടാവില്ല അല്ലെ? ഡിഫറൻസ് എടുത്താൽ തന്നെ അത് 0 ആയിരിക്കും. അപ്പൊ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഇസ് ഓൾവേസ് 0. ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇസ് 0. ഓക്കെ, ഇനി നാലാമത്തെ ഫോർമുല നോക്കൂ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 1/x ആണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് 1/x. ഓക്കെ, അതുപോലെ അഞ്ചാമത്തെ ഫോർമുല നോക്കൂ. ഇ റേസ് ടു എക്സ്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു എക്സ്. അതുപോലെ എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ്, ഇത് ഇ റേസ് ടു എക്സ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ. ഇവിടെ എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് വരും. ഇത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ എന്നാണ് എഴുതേണ്ടത്. ലോഗ് ഇ 1 ആയതുകൊണ്ടാണ് ഇവിടെ അത് എഴുതാതിരുന്നത് കേട്ടോ. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പോൾ എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഓക്കെ, പിന്നെ അടുത്തത് ഈ ഫസ്റ്റ് ഫോർമുലയിൽ നിന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ടെണ്ണം കേട്ടോ. ഓൾറെഡി നമ്മൾ പറഞ്ഞു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, അതുപോലെ 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ. 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x സ്ക്വയർ. കാരണം 1/xനെ എങ്ങനെ എഴുതും? നമ്മൾ എക്സ് റേസ് ടു മൈനസ് 1 എന്ന് എഴുതും. എന്നിട്ട് -1 ഇൻറ്റു എക്സ് റേസ് ടു -1 -1. അപ്പൊ -1 ഇൻറ്റു എക്സ് റേസ് ടു -2 വരും. ആ -2 താഴേക്ക് വരുമ്പോഴാണ് എക്സ് സ്ക്വയർ ആയിട്ട് മാറുക. അപ്പൊ അങ്ങനെയാണ് -1/x സ്ക്വയർ കിട്ടുക. ഫോർമുലയൊക്കെ കൃത്യമായിട്ട് ഓരോന്നോരോന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം. ഇനിയുണ്ട് ഒരു 10-20 ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്.
എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയണം, ഡൗട്ട്സ് ഉണ്ടെങ്കിലും പറയണം. ഓക്കെ, റൈറ്റ്. അടുത്ത നോക്കൂ, അടുത്ത സെറ്റ് ഓഫ് ഫോർമുല ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഫോർമുലയാണ് നെക്സ്റ്റ് നമ്മൾ ഇനി പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഒൻപതാമത്തെ ഫോർമുല സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അതുപോലെ തന്നെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ്. പിന്നെ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്ക്വയർ എക്സ്. കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. സീക് എക്സിന്റെ ഡെറിവേറ്റീവ് കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് ശ്രദ്ധിക്കുക. സീക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് എക്സ് ടാൻ എക്സ്. കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. ഏകദേശം ഒരുപോലെ തന്നെ ഉണ്ടാവുക. കോസും സൈനും, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ. കോസ് ആകുമ്പോൾ നെഗറ്റീവ് വരും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവിലാണ് അവസാനിക്കുക. നോക്കി നോക്കിയേ, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. കോട്ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആണ്. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവിൽ നെഗറ്റീവ് ഉണ്ടാവും. ആ കാര്യം ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി. നമ്മൾ 18 ക്ലാസ്, ഇത് 18ാമത്തെ ക്ലാസ് ആണ് മാത്സിന്റെ. ഓക്കെ, ഏകദേശം ഒരു 10-60 ക്ലാസ്സുകൾ എല്ലാ സബ്ജക്റ്റും കൂടെ, എക്കണോമിക്സ്, കൊമേഴ്സ്, അതുപോലെ കൊമേഴ്സ് ഇല്ല, എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിക് ആയിട്ട് ഏകദേശം ഒരു 10-60 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞുപോയ ക്ലാസ്സുകളൊക്കെ നമുക്ക് ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്. നമുക്കത് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സ് നിങ്ങൾ നോക്കി വെച്ചോളൂ. എല്ലാത്തിന്റെയും ഫോർമുല കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സൈനിന്റെ കോസ്, കോസിന്റെ മൈനസ് സൈൻ, ടാനിന്റെ സീക് സ്ക്വയർ എക്സ്, കോട്ടിന്റെ മൈനസ് കൊസീക് സ്ക്വയർ എക്സ്, സീക്കിന്റെ സീക് എക്സ് ടാൻ എക്സ്, കൊസീക് എക്സിന്റെ മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. ഓക്കെ, 14 എണ്ണം. ഇനിയുണ്ട് 20 എണ്ണം. നമുക്ക് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും കൂടെ വെച്ച് 20 എണ്ണം പറയാം. എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് ഫോർമുലയിലേക്ക് വരാം. 15 സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√(1 - x²). ഇത് സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഒക്കെ ഒരുപോലെ പഠിക്കാട്ടോ. നമുക്ക് സൈനിന്റെ ഡിഫറൻസ് മാത്രമേ കാണുള്ളൂ. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√(1 - x² ആണ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1/√(1 - x². സൈൻ ഇൻവേഴ്സ് ആകുമ്പോൾ പോസിറ്റീവ് ആണ്, കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ നെഗറ്റീവ് ആണ്. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഫംഗ്ഷൻ ഒന്ന് തന്നെയാണ്. ഡെറിവേറ്റീവ് വരുമ്പോൾ 1/√(1 - x². സൈൻ ഇൻവേഴ്സ് ആകുമ്പോൾ പോസിറ്റീവ്, കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ നെഗറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് രണ്ടും ഒന്നിച്ച് പഠിക്കാം നിങ്ങൾക്ക്. ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും. ടാൻ ഇൻവേഴ്സിന്റെ പോസിറ്റീവ്, കോട്ട് ഇൻവേഴ്സിന്റെ നെഗറ്റീവ്. 1/1 + x² ആണ് ഡെറിവേറ്റീവ്. 1/1 + x² ആണ് ഡെറിവേറ്റീവ്. 1/1 + x² ആണ് ഡെറിവേറ്റീവ്. ഓക്കെ, കോട്ടിന്റെ നെഗറ്റീവ് -1/1 + x², ടാനിന്റെ 1/1 + x². അതുപോലെ തന്നെയാണ് അടുത്ത രണ്ടെണ്ണവും. അതും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. സീക്ക് ഇൻവേഴ്സിന്റെയും കൊസീക് ഇൻവേഴ്സ് എക്സിന്റെയും. അതിൽ സീക്ക് ആണ് പോസിറ്റീവ്, കൊസീക്ക് ആണ് നെഗറ്റീവ്.
1 by x into root of x square minus 1 ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് വരിക. sec inverse 1 by x into root of x square minus 1 cosec inverse x 1 minus 1 by root of 1 by minus 1 by x into root of 1 x square minus 1. ശ്രദ്ധിച്ച് എഴുതിക്കോളൂ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കുറച്ച് റൂൾസും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ആ റൂൾസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ദെൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ, ഓൾജിബ്ര ഓഫ് ഡിഫറൻസിയേഷൻ. ഓൾജിബ്ര ഓഫ് ഡിഫറൻസിയേഷൻ അതായത് രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മിന്റെയും ഡിഫറൻസിന്റെയും പ്രോഡക്റ്റിന്റെയും ഒക്കെ ഡെറിവേറ്റീവ്സ്, കോഷ്യന്റിന്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ആദ്യം സമ്മിന്റെയും ഡിഫറൻസിന്റെയും പറയാം. രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഡെറിവേറ്റീവ്സിന്റെ സം എടുത്താൽ മതി. അതായത് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു പോവാം. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ എക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. രണ്ട് ഫംഗ്ഷൻസ് ആണ്, എക്സ് സ്ക്വയറും സൈൻ എക്സും. ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഒന്നിച്ച് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആദ്യം എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, പിന്നെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അത് സെപ്പറേറ്റ് ഫോർമുല ആയിട്ടൊന്നും എഴുതണ്ട കേട്ടോ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാനുള്ളൂ ചെയ്യാം. ആ റൂളാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x പ്ലസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് cos x. അപ്പോ രണ്ട് ഫംഗ്ഷൻസിന്റെ സമ്മിന്റെ ഡിഫറൻസിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻസിന്റെയും സെപ്പറേറ്റ് ഡിഫറൻസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സം എടുത്താൽ മതി. അതാണ് ആദ്യത്തെ റൂള്. ഡിഫറൻസിന്റെ കേസും അങ്ങനെ തന്നെ. ഡിഫറൻസിന്റെ കേസും അങ്ങനെ തന്നെ. നോക്കൂ, ലോഗ് എക്സ് മൈനസ് കോസ് എക്സ്, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടതെന്ന് വിചാരിക്കും. ലോഗ് എക്സ് മൈനസ് കോസ് എക്സ്. ലോഗ് എക്സ് ഡെറിവേറ്റീവ് ആദ്യം എഴുതണം 1 by x മൈനസ്, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് എഴുതുക. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അല്ലെ. അപ്പൊ എന്തായി വരും, 1 by x പ്ലസ് സൈൻ എക്സ് എന്ന് കിട്ടും നമുക്ക്. 1 by x പ്ലസ് സൈൻ എക്സ് അല്ലെ. ഓരോ ഫംഗ്ഷൻസിന്റെയും സെപ്പറേറ്റ് ഡിഫറൻസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. എന്താണ് അവിടെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ തന്നെ ചെയ്യാം. ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യത്തെ റൂള്. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അടുത്ത റൂളിൽ പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഒരു ഫംഗ്ഷന്റെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിനെ വെളിയിലെടുത്തിട്ട് ഫംഗ്ഷനെ മാത്രം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4e⁻x എന്ന ഫംഗ്ഷൻ തന്നു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 4 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കോൺസ്റ്റന്റ് മാത്രമാണെങ്കിലാണ്. ഇവിടെ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കോൺസ്റ്റന്റിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. d/dx ഓഫ് e⁻x. e⁻xന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ ആയതുകൊണ്ട് ഇത് 4e⁻x തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ കിട്ടിയോ? അതായത് ഇപ്പൊ 1/2 ഇൻറ്റു cos x ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 1/2നെ പുറത്തേക്ക് എടുക്കുക. cos x-ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ്, സോറി മൈനസ് സൈൻ എക്സ് ബൈ 2 അല്ലെ. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഈ 1/2 പിന്നെ ഈ മൈനസ് ഇവിടെ കൊണ്ട് എഴുതിയാൽ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കും ആൻസർ എഴുതുമ്പോൾ എക്സാമിന്റെ സമയത്തൊക്കെ. ഈ മൈനസ് എപ്പോഴും സൈൻ ആണെങ്കിൽ, അതായത് ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയുടെ ന്യൂമറിക്കൽ സൈൻ ആണെങ്കിൽ അത് മുകളിൽ എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കുക.
അല്ലെങ്കിൽ ഇവിടെ എഴുതി കഴിഞ്ഞാൽ 1/2 മൈനസ് സൈൻ എക്സ് എഴുതാനുള്ള ഒരു സ്വാഭാവിക ടെൻഡൻസി നമുക്ക് വരും. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് റൂള്, അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന്റെയും റൂള്. ഇനി അടുത്തത് രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രോഡക്റ്റ് റൂള് എന്നാണ് നമ്മൾ അതിനെ പറയാം അല്ലെ. നമ്മൾ പണ്ട് സ്കൂൾ മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. ഡിഫറൻസിയേഷൻ ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. എക്കണോമിക്സ് പഠിച്ച ആളുകൾക്കും ഡിഫറൻസിയേഷൻ ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലെ. എക്കണോമിക്സ് PG അത്യാവശ്യം നമ്മൾ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും കുറേ കാലം മുമ്പ് പഠിച്ചതായതൊക്കെ ആയിരിക്കും ഇപ്പോഴും മറന്നു പോയിട്ടുണ്ടാവും. ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഓക്കെ, റൈറ്റ്. അടുത്ത നോക്കിക്കോളൂ. പ്രൊഡക്റ്റ് റൂൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെയും ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെയും പ്രൊഡക്റ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ചിലപ്പോ പല ആളുകളും ഇത് ഇങ്ങനെയാവും പഠിച്ചിട്ടുണ്ടാവുക, യു വി റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. യു വി ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇനി അങ്ങനെ വേണമെന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ തന്നെ എഴുതി വെക്കാട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ. ഇങ്ങനെ പഠിച്ചാലും മതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിൾ ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പൊ നോക്കൂ, എക്സ് ലോഗ് എക്സ് സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ള ഒരു ഫംഗ്ഷൻ ആണ് എക്സ് ലോഗ് എക്സ്. ഇതൊരു ഫോർമുല ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് പഠിച്ചു വെക്കാട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത്രയും സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗം വരുന്ന ഒരു സാധനമാണ് എക്സ് ലോഗ് എക്സ്. എക്സ് ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സും അതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാട്ടോ. എങ്ങനെ വേണേലും എടുക്കാം. അതിപ്പോ അങ്ങോട്ട് മാറിയതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് ഡിഫറൻസിയേഷൻ ആയതുകൊണ്ട് ഈ ഓർഡർ മാറാതെ ഇരിക്കാനുള്ള ഓർഡർ മാറാതെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് വേറെ ഉണ്ട് അല്ലെ. ഇന്റഗ്രേഷനിൽ ഇതുപോലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓർഡറിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ആദ്യം ആ ഫോർമുല അനുസരിച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? അത് നമ്മൾ ഫോർമുല പഠിച്ചു 1/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? അത് നമ്മൾ ഫോർമുല പഠിച്ചു 1. ഇനി ഇവിടുത്തെ എക്സും കട്ട് ചെയ്ത് കളഞ്ഞാൽ 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളൂ. എക്സ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 പ്ലസ് ലോഗ് എക്സ് അല്ലെ. എക്സ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 പ്ലസ് ലോഗ് എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഓക്കെ, റൈറ്റ്. ശരി, അപ്പൊ ഇതാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞ റൂൾ. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഈ റൂൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി അത് അങ്ങോട്ട് മാറ്റി എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യം സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അങ്ങനെ എഴുതിയാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. ശരി, അടുത്തത് പ്രൊഡക്റ്റ് റൂൾ കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു റൂളാണ് കോഷ്യന്റ് റൂൾ. അത് രണ്ട് ഫംഗ്ഷൻസിന്റെ കോഷ്യന്റ് ഡിവിഷൻ
എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ജി ഓഫ് എക്സ് ഡിനോമിനേറ്ററിലെ ജി ഓഫ് എക്സ് 0 ആവരുത് കേട്ടോ. അങ്ങനെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ ഇൻറ്റു നോക്കണേ, ശ്രദ്ധിക്കണേ, എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് ഡിനോമിനേറ്ററിലാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ഇതാണ് കോഷ്യന്റ് റൂൾ. എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് numerator into derivative of denominator divided by denominator the whole square. അല്ലേ? ഇതാണ് കോഷ്യന്റ് റൂൾ. യു ബൈ വി റൂൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഓക്കെ 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 ഓക്കെ, സെറ്റ് ക്ലിയർ ആയിട്ടില്ല അതുവരെ അല്ലേ? ഒന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ മതി. സെറ്റ് ഒന്നും കൂടെ കോൺഫിഡൻസോടെ ട്രൈ ചെയ്താൽ മതി. വീണ്ടും വീണ്ടും ഒരു 2 തവണ എഴുതുമ്പോൾ നമുക്ക് കിട്ടും. ഒറ്റ പ്രാവശ്യം എഴുതുമ്പോൾ തന്നെ കിട്ടും. നന്നായിട്ടൊന്ന് നോക്കിയാൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണും. അതാണ് ഒരു കുഴപ്പം. സെറ്റ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആ വഴിയിലാണ് കിടക്കുന്നത്. ഈ വർഷത്തെ പെർസെൻറ്റേജ് ഒക്കെ വളരെ കുറവാണ്, പാസ് പെർസെൻറ്റേജ്. അതിപ്പോൾ എല്ലാ സെറ്റ് ആണെങ്കിലും കേട്ടറ്റ് ആണെങ്കിലും ഒക്കെ പാസ് പെർസെൻറ്റേജ് വളരെ പുറകിലാണ്. ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് സെറ്റ് പഠിച്ചെടുക്കാൻ പറ്റില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടതാണ് സെറ്റ്. എക്സിസ്റ്റ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നാലേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെറ്റും കൂടെ കിട്ടും. അടുത്ത ജനുവരിയിൽ നടക്കുന്ന സെറ്റ് ഡിസംബറിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജൂണിലൊക്കെ ആയിരിക്കും മിക്കവാറും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുന്നത്. വളരെ കുറഞ്ഞ പെർസെൻറ്റേജിലാണ് പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് സൈൻ എക്സ് ബൈ കോസ് എക്സ് തന്നെ എഴുതാം. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ് നമുക്ക് അറിയാം. എന്നാലും എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? കോസ് എക്സ് ഇൻറ്റു അല്ലെ ഡിനോമിനേറ്ററിലുള്ള കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണല്ലോ നമ്മുടെ റൂള്. കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അല്ലേ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ് അല്ലേ? കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഇത് മൈനസ് മൈനസ് പ്ലസ് ആയിട്ടുണ്ടാവും സൈൻ സ്ക്വയർ എക്സ്. അത് 1 അല്ലേ? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡിനോമിനേറ്ററിൽ. ഇത് 1 ആണ് മുകളിൽ അല്ലേ? അപ്പൊ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്നാണ് കിട്ടുക. അതിനെ എന്ത് എഴുതാം? നമുക്ക് സീക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം അല്ലേ? അപ്പൊ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആണ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ്. കോഷ്യന്റ് റൂൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇതുപോലെ അതിനെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യണം എന്നല്ലാട്ടാ ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കോഷ്യന്റ് റൂൾ എന്താണെന്ന് അറിയാൻ ഉള്ള ഒരു മാർഗമായിട്ട് പറഞ്ഞതാണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ് നമുക്ക് അറിയാലോ. സോറി, സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് ആണ് നമുക്ക് അറിയാൻ. ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആണ്.
ഓക്കെ, റൈറ്റ്. അടുത്ത ഒരു റൂള് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്, അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നോക്കിക്കോളൂ. ചെയിൻ റൂൾ ഇതെപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നാൽ, കോമ്പോസിഷൻ ഒക്കെ വരുമ്പോൾ, ഫംഗ്ഷൻ കോമ്പോസിഷൻ ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വന്നാൽ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, സോറി y ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വരികയാണ്, y ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ചെയിൻ റൂള് ഉപയോഗിക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും പുറത്ത് കാണുന്ന ഫംഗ്ഷൻ ആയിട്ടുള്ള എഫിന്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതും, എഫ് ഡാഷ്. ഉള്ളിലുള്ള ജി ഓഫ് എക്സ് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് ഇൻറ്റു ഇതിനകത്തുള്ള ഫംഗ്ഷൻ ആയിട്ടുള്ള ജിന്റെ ഡെറിവേറ്റീവ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും, ജി ഡാഷ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ പ്രോസസ്. എക്സാമ്പിൾ പറയാം. അപ്പൊ നോക്കൂ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് ഇ റേസ് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈനിന്റെ അകത്ത് എന്താ ഉള്ളത്? ഇ റേസ് ടു എക്സ് അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ പുറത്ത് കാണുന്ന സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ്. ഉള്ളിലുള്ള ഇ റേസ് ടു എക്സിനെ അതുപോലെ എഴുതുക, ഒരു മാറ്റവും വരുത്തണ്ട. ഇൻറ്റു ഈ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെ എഴുതണം. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ആൻസർ എന്ത് വരും? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് ഓഫ് ഇ റേസ് ടു എക്സ്. ശരിയല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു എക്സാമ്പിൾ കൂടെ പറയാം നമുക്ക്. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് 2x പ്ലസ് 3. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇവിടെ 2x പ്ലസ് 3 എന്നാണ് ലോഗിന്റെ അകത്ത് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2x പ്ലസ് 3 അല്ലെ? ലോഗിന്റെ ഡെറിവേറ്റീവ് ആണ് 1/x. ഇവിടെ എക്സിന് പകരം 2x പ്ലസ് 3 ആയതുകൊണ്ട് അത് മൊത്തമായിട്ട് അങ്ങനെ എഴുതാം. ഇൻറ്റു ഇനി 2x പ്ലസ് 3ന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇവിടെ എഴുതണം. അത് വേണേ ഞാൻ ഒരു ഫോർമുല പോലെ എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് 2x പ്ലസ് 3 എഴുതണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. 1/2x പ്ലസ് 3 ഇൻറ്റു 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് 2xന്റെ ഡെറിവേറ്റീവ് 2 അല്ലെ? എക്സിന്റെ ഡെറിവേറ്റീവ് 1. പിന്നെ വെറും 3 കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ, വേരിയബിൾ ഇല്ല, അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ 2 വരും. ദാറ്റ് ഈസ് 2/2x പ്ലസ് 3 എന്നായിരിക്കും ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുക. 2/2x പ്ലസ് 3. ഓക്കെ, പിടികിട്ടിയോ? ഇത് രണ്ടെണ്ണം അല്ല, 3 ഫംഗ്ഷൻസ് ഒക്കെ വരാട്ടോ. ഇതിപ്പോ 2 ഫംഗ്ഷൻ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി 3 ഫംഗ്ഷൻ വരുന്നൊരു കേസ് നോക്കൂ. 3 ഫംഗ്ഷൻ വരുന്നത് ഒന്നിന്റെ അകത്ത് അങ്ങനെ പോകുന്നത്, അങ്ങനെയും നമുക്കിത് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇപ്പൊ ലോഗ് ഓഫ് സൈൻ എക്സ് റേസ് ടു 4 ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിചാരിക്കും. ഇവിടെ 3 ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ? ആദ്യം പുറത്ത് ലോഗ്, അതിന്റെ അകത്ത് സൈൻ, അതിന്റെ അകത്ത് എക്സ് റേസ് ടു 4. അപ്പൊ ഓരോന്നായിട്ട് ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ ആയിട്ടുള്ള ലോഗിന്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതുക. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/, അല്ലെ? 1/. ലോഗിന്റെ ഉള്ളിൽ എന്താണോ അത് അങ്ങനെ തന്നെ എഴുതാം, ഒരു മാറ്റവും വരുത്തണ്ട. എക്സ് റേസ് ടു 4 ഇൻറ്റു അടുത്തത് സൈൻ ആണ്. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. ഉള്ളിലുള്ളത് ഒന്നും മാറ്റണ്ട, അങ്ങനെ തന്നെ എഴുതാം, എക്സ് റേസ് ടു 4 ഇൻറ്റു അടുത്തത് എക്സ് റേസ് ടു 4 ആണ് ഡെറിവേറ്റീവ്, 4x ക്യൂബ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, കോസ് ബൈ സൈൻ എന്ത് വരും? കോട്ട് എന്ന് വരും അല്ലെ? കോട്ട് എക്സ് റേസ് ടു 4 ഇൻറ്റു 4x ക്യൂബ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. കോസ് ബൈ സൈൻ കോട്ട് ആണ് കേട്ടോ. അതുകൊണ്ട് 4x ക്യൂബ് ഇൻറ്റു കോട്ട് എക്സ് റേസ് ടു 4. 4x ക്യൂബ് ഇൻറ്റു കോട്ട് എക്സ് റേസ് ടു 4 എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് ചെയിൻ റൂളിന്റെ അപ്ലിക്കേഷൻസ്. ചെയിൻ റൂൾ ഇവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ റൂൾസും, അതായത് പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ചെയിൻ റൂള്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒന്നിച്ച് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എങ്ങനെയാ വരിക നോക്കി വെക്കാം. ഒരു ചോദ്യം നോക്കൂ കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് x sine of 2x plus 3. x into sine of 2x plus 3 divided by cos x. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ.
x into sine of 2x plus 3 by cos x. ഇവിടെ മുകളിലാണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ വേണം, പക്ഷെ കോഷ്യന്റ് ആയതുകൊണ്ട് കോഷ്യന്റ് റൂളും വേണം. അപ്പൊ ആദ്യം കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം കോഷ്യന്റ് റൂൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ എക്സ് സൈൻ ഓഫ് 2x plus 3. Okay, minus x sin numerator into x sin of 2x plus 3 into d by dx of cos x, d by dx of cos x divided by cos x the whole square, cos square x that is equal to ഓരോന്നായിട്ട് ചെയ്തു നോക്കൂ. that is equal to cos x into ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ, എക്സ് ഇൻറ്റു സൈൻ ഉണ്ട്, അപ്പൊ അത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്, സൈൻ എക്സ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, സൈൻ ഓഫ് വെറും എക്സ് അല്ല 2x plus 3, അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടി വരും, ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരും. ആദ്യം സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ എഴുതാം 2x plus 3 ഇൻറ്റു 2x plus 3യുടെ ഡെറിവേറ്റീവ് 2. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് കഴിഞ്ഞു. ഇനി കോഷ്യന്റ് റൂൾ, സോറി പ്രോഡക്റ്റ് റൂൾ കഴിഞ്ഞിട്ടില്ല. സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ഓഫ് 2x plus 3 ആണ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ അവിടെ തീർന്നു. പിന്നെ മൈനസ് ഇവിടെ ഉണ്ട്, നോക്കണം, എക്സ് സൈൻ 2x plus 3 അത് അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് all divided by cos square x, that is equal to, ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. ഇത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ സിംപ്ലിഫൈ ചെയ്തോളൂ കേട്ടോ. ഈ കോസ് ഞാൻ ഇതിന്റെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ 2x കോസ് എക്സ് ഇൻറ്റു ഇവിടെ എന്തുണ്ട്, കോസ് 2x ഉണ്ട്, കോസ് 2x plus 3 ഉണ്ട്, പിന്നെ ഇവിടെ സൈൻ 2x plus 3 ഉണ്ട്. അപ്പോൾ പ്ലസ് സൈൻ 2x plus 3 ഇൻറ്റു കോസ് എക്സ്, പിന്നെ ഇത് മൈനസ് മൈനസും പ്ലസ് ആയിട്ടുണ്ടാവും, പ്ലസ് എക്സ് സൈൻ എക്സ് ഇൻറ്റു സൈൻ 2x plus 3 all divided by cos square x. വേറെ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല, ആൻസേഴ്സ് ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് വേണേൽ ചെയ്യാം. പക്ഷെ അധികം വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ഒന്നും വേണ്ട. ഇത്രയാണ് ഇതിന്റെ ആൻസർ. ഏകദേശം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. ഇതാണ് നമ്മൾ ഈ പഠിച്ച എല്ലാ റൂളുകളും, കോഷ്യൻ റൂളും പ്രൊഡക്റ്റ് റൂളും ചെയിൻ റൂളും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, റൈറ്റ്. നോക്കൂ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫോളോയിങ്. താഴെ കാണുന്ന ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതിൽ y ഈക്വൽ ടു സൈൻ ഓഫ് 4x plus 2. പെട്ടെന്ന് തന്നെ പറയാം അല്ലേ, യാതൊരു റൂളിന്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ റൂളൊന്നും എഴുതി സമയം കളയേണ്ട. dy by dx സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ്, ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ എഴുതാം. ചെയിൻ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇൻറ്റു 4x plus 3യുടെ ഡെറിവേറ്റീവ് 4 അല്ലേ. ആൻസർ വരുന്നത് എന്തായിരിക്കും, 4 cos 4x plus 3. 4 cos 4x plus 3 അല്ലേ. സിമ്പിൾ ആയിട്ട് ആൻസർ പറയാം. ഒരു ചോദ്യം കൂടെ, രണ്ടാമത്തെ ചോദ്യം, y ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് 2 log x plus 3. ഇതിന്റെ ഡെറിവേറ്റീവ് dy by dx
is x square derivative 2x plus 2 into log x derivative 1 by x plus 3. 2x plus 2 by x, sorry, 3 ഉണ്ടാവില്ല, 3 derivative 0 അല്ലേ ഉള്ളൂ, 3 derivative 0 ആണ് കേട്ടോ. 2x plus 2 by x, 2x plus 2 by x, 3 കോൺസ്റ്റന്റ് മാത്രമാണ് അല്ലെ, വാരിയബിൾ ഇല്ലാത്ത കോൺസ്റ്റന്റ് മാത്രമാണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. വാരിയബിൾ അതിന്റെ കൂടെ വന്നാലാണ് നമുക്ക് അതിനെ ഔട്ട് സൈഡ് എടുത്തിട്ട് വാരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് ഒരു മൂന്നാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. y ഈക്വൽ ടു ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയേ. a raised to x ന്റെ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. dy by dx is equal to a raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x into log a പ്ലസ് പിന്നെ 3 log x ന്റെ ഡെറിവേറ്റീവ് 3 into 1 by x മൈനസ് sin x ന്റെ ഡെറിവേറ്റീവ് cos x. ഇതാണ് ആൻസർ വരിക. a raised to x into log a പ്ലസ് 3 by x മൈനസ് cos x. സിമ്പിൾ ആണ് അല്ലെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ ചെയ്തപ്പോൾ എങ്ങനത്തെ ഫംഗ്ഷനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്? y ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത് അല്ലെ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെയാണ് ഇതുവരെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അതായത് ഒരു സൈഡിൽ വൈയും ഒരു സൈഡിൽ എക്സും അതിന്റെ ഫംഗ്ഷൻസും. അതായത് ഡിപെൻഡന്റ് വാരിയബിൾ ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വാരിയബിൾ. അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അല്ലെ. അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇത്രയും നേരം. ചില കേസുകളിൽ ഇങ്ങനെ ആയിരിക്കില്ല ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവുക. അതായത് ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാവുക, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അതായത് എക്സിലും വൈയിലും ഒക്കെയുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വൈ ഈക്വൽ ടു ഡിപെൻഡന്റ് വാരിയബിൾ ഇസ് ഈക്വൽ ടു ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ ചിലപ്പോൾ പറ്റാത്ത ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസ് രണ്ട് കാറ്റഗറിയിൽ നമ്മൾ പറയും. ഫംഗ്ഷൻസിനെ നോക്കൂ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയും. എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഓക്കെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്നാണ് പറയുക. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ്. ഇപ്പൊ നമ്മൾ ചെയ്തതൊക്കെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റൈറ്റ് സൈഡിൽ കിട്ടുന്നതായിരിക്കും ആൻസർ അല്ലെ. dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും ആൻസർ എഴുതുക. പക്ഷെ ഈ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അങ്ങനെയല്ല. ഇതിനെ dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ dy ബൈ ഡി എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനിൽ പല സ്ഥലത്തായിട്ട് dy ബൈ ഡി എക്സുകൾ ഉണ്ടാവും. അത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് പിന്നീട് എഴുതേണ്ടി വരും. ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയും. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ടൈപ്പ്. ഇപ്പൊ എക്സാമ്പിൾ ഇതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ y ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സിലുള്ള ഒരു ടേം എക്സിൽ മാത്രം വരുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഓക്കെ, പിടികിട്ടിയോ? അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പൊ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ത്രൂ ഔട്ട് അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ എക്സ്പ്രഷനെ മൊത്തത്തിൽ അങ്ങോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുലയൊക്കെ യൂസ് ചെയ്യാം. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴും ഫോർമുല യൂസ് ചെയ്യണം. പക്ഷെ വൈയുടെ ഡെറിവേറ്റീവ് അവിടെ സെപ്പറേറ്റ് ആയിട്ട് dy ബൈ ഡി എക്സ് എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, കോഷ്യൻ റൂൾ പോലെ, ചെയിൻ റൂൾ പോലെ. ഓക്കെ, നോക്കൂട്ടോ എങ്ങനെയാ വരിക എന്നുള്ളത് ഞാൻ പറയാം. നോക്കൂ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും dy ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഓഫ് 2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സ് വൈ ഉണ്ട്. എക്സ് വൈ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ.
അപ്പോൾ ശ്രദ്ധിക്കണം, എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൈയുടെ ഡെറിവേറ്റീവ് ആണ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, പ്ലസ് വൈ സെക്കൻഡ് ഫംഗ്ഷൻ വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് 1. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്, ശ്രദ്ധിക്കണേ. പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ എഴുതണം. ഇവിടുത്തെ വാരിയബിളും വാരിയബിൾ ഓഫ് ഡിഫറൻസിയേഷനും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ആ ഡി വൈ ബൈ ഡി എക്സ് അവിടെ എഴുതുന്നത് കേട്ടോ. ഇത്ര എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 2ന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ. ഇനി ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഡി വൈ ബൈ ഡി എക്സിന്റെ ടേമിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി എന്താണ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. ഡി വൈ ബൈ ഡി എക്സിന്റെ ടേം ഞാൻ ഇവിടെ നിർത്തുമ്പോൾ എക്സ് പ്ലസ് 2y കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് ഡി വൈ ബൈ ഡി എക്സിന് എടുക്കാം. ഈക്വൽ ടു ഇവിടെ എല്ലാ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി 2xനെയും വൈനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടും പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആയിട്ട് മാറും. അവിടെ എത്തുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഔട്ട് സൈഡ് എടുത്തിട്ട് 2x പ്ലസ് വൈ എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഡി വൈ ബൈ ഡി എക്സ് എന്താണ് അപ്പോൾ വരുന്നത് നോക്കി നോക്കൂ. മൈനസ് 2x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ഇത് ഡിഫറെന്റ് ഡിവൈഡ് ചെയ്താൽ മതി എക്സ് പ്ലസ് 2y അല്ലേ, എക്സ് പ്ലസ് 2y. ഈ ടൈപ്പ് ഡിഫറൻസിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡി വൈ ബൈ ഡി എക്സ് പെട്ടെന്ന് നേരിട്ട് തന്നെ ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന്ന് ഡി വൈ ബൈ ഡി എക്സ് അറേഞ്ച് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ കിട്ടിയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കണു. ഓക്കെ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടെ പറയാം. സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ വരുന്നൊരു ചോദ്യമാണ്. എക്സ് ക്യൂബ് പ്ലസ് എക്സ് വൈ എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് equal to 0. Find dy by dx. ഇതിന്റെ dy by dx നിങ്ങൾ കണ്ടുപിടിക്കണം. ഒന്ന് ട്രൈ നോക്കൂ. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അത് ഉപയോഗിക്കാം. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് ഇവിടെ എക്സ് സ്ക്വയർ വൈ ഉണ്ട്, എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പ്ലസ് ഇനി എക്സ് വൈ സ്ക്വയർ ഉണ്ട്, എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. വാരിയബിൾ ഓഫ് ഡിഫറൻസിയേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നമുക്ക് അവിടെയൊക്കെ ഡി വൈ ബൈ ഡി എക്സ് വൈ കാണുന്നിടത്തൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 2y എന്ന് എഴുതുന്നുണ്ട്, എന്നാലും കൂടെ വൈയുടെ ഡെറിവേറ്റീവും കൂടെ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ അതിന്റെ കൂടെ എഴുതണം. നോക്കൂ, ഡി വൈ ബൈ ഡി എക്സിന്റെ 1 2 3 അവിടെ നിർത്തുക. എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 3y സ്ക്വയർ ഇതിന്റെ കൂടെ ഒക്കെ എന്തുണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സ് പിന്നെ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്തതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. മൈനസ് 3x സ്ക്വയർ മൈനസ് 2xy മൈനസ് വൈ സ്ക്വയർ അല്ലെ, ഇത്രയും വരും. ഓക്കെ, എല്ലാത്തിനും കൂടെ മൈനസ് വേണേ പുറത്തേക്ക് എടുക്കട്ടെ ഒന്നിച്ച്. ഡി വൈ ബൈ ഡി എക്സ് എന്താ വരുന്നത് നോക്കി നോക്കിയേ. ഡി വൈ ബൈ ഡി എക്സ് മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്താൽ 3x സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 3y സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു ടൈപ്പ്
ഡിഫറൻസിയേഷൻ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെറിവേറ്റീവ്സിൽ. പിന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കേണ്ടത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചത് ഒന്നും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ. ഡിഫറൻസിയേഷൻ എന്താണ് നമ്മൾ പഠിച്ചു, ഒരു 20 ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറൻസിയേഷൻ്റെ, അല്ലേ? 20 എണ്ണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഓൾജിബ്ര ഓഫ് ഡിഫറൻസിയേഷനിൽ സമ്മിന്റെയും ഡിഫറൻസിന്റെയും ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും, ഒരു ഫംഗ്ഷന്റെ കൂടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നും പഠിച്ചു. പിന്നെ പ്രൊഡക്റ്റ് റൂൾ പഠിച്ചു, 2 ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. കോഷ്യന്റ് റൂൾ പഠിച്ചു, 2 ഫംഗ്ഷൻസിന്റെ കോഷ്യന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. ചെയിൻ റൂൾ പഠിച്ചു, ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്, പഠിച്ചത്. അതിനുശേഷം പിന്നെ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ, എക്സും വൈയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രസന്റ് വേറെ ക്ലാസ്സുകൾ ഇല്ല കേട്ടോ. ഇനി നാളെയാണ് അടുത്ത ക്ലാസ്സുകളുണ്ട്. നാളെ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ എക്കണോമിക്സിന്റെയും ക്ലാസ് ഉണ്ടാവും. നാളെ ടൈം ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.